പക്ഷെ അതിനിടയിലും ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ആളുകളുടെ പലതരത്തിലുള്ള അതിക്രമങ്ങളും പരാക്രമങ്ങളും അഴിഞ്ഞാട്ടവും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് പാളയത്ത് ഇത്തരത്തിൽ ലഹരിയിൽ പുകഞ്ഞ് യുവാവിന്റെ ഒരു പരാക്രമത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. പാളയം ബസ് സ്റ്റാൻഡിലാണ് ഈ അതിക്രമം നടന്നത്. ലഹരി ഉപയോഗിച്ച യുവാവാണ് ബസ്സുകളുടെ ചില്ല് തകർത്തത്. ബസ് ജീവനക്കാരനെയും ഇയാൾ ആക്രമിച്ചു. കോഴിക്കോട് മാവൂർ റൂട്ടിലോടുന്ന ബസ്സുകളാണ് ആക്രമിക്കപ്പെട്ടത്. AK അഭിലാഷ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അഭിലാഷ്, യാതൊരു സ്വബോധവും ഇയാൾക്കില്ല. ലഹരിയുടെ പിടിയിൽ അഴിഞ്ഞാടുകയാണ്, ആറാടുകയാണ്. കണ്ണിൽ കാണുന്നവരെല്ലാം ഉപദ്രവിക്കുന്നു, ബസ് തകർക്കുന്നു, ജീവനക്കാരെ തകർക്കുന്നു. എന്താണ് ഇയാൾക്ക് ഇത്ര വലിയ വിദ്വേഷം ഉണ്ടായിരുന്നത്? ഈ സംഭവത്തിൽ പോലീസ് നടപടിയെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? പോലീസ് ഒളിച്ചു കളിക്കുന്നത് എന്തുകൊണ്ടാണ് അഭിലാഷ്? ഷിഹാസ്, കോഴിക്കോട് മാവൂർ റൂട്ടിലോടുന്ന 2 സ്വകാര്യ ബസ്സുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പാളയം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഒരു മുൻ ബസ് ജീവനക്കാരനാണ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ബസ് ജീവനക്കാരെയും അതോടൊപ്പം തന്നെ ബസ്സും 2 ബസ്സും അടിച്ചു തകർത്തത്. മുന്നിലത്തെ ഗ്ലാസും അതോടൊപ്പം തന്നെ സൈഡ് ഗ്ലാസും അടിച്ചു തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സീറ്റിലുണ്ടായിരുന്ന ഡ്രൈവറെയും കണ്ടക്ടറെയും ആക്രമിക്കുകയും ചെയ്തു. ഈ 2 ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നതായുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മാവൂരിൽ ഈ ബസ്സിന് നേരെ തന്നെ ഈ യുവാവ് ആക്രമണം നടത്തിയിരുന്നു. അന്ന് മാവൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ നടപടി ഉണ്ടായില്ല എന്നുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ബസ് ഉടമസ്ഥരുടെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോട്ട് പാളയം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മുൻവൈരാഗ്യത്തിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്ന് പറയുമ്പോൾ എന്താണ് ഈ മുൻവൈരാഗ്യം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം ഈ യുവാവ് ഈ ബസ്സിൽ ജീവനക്കാരായിരുന്നു. അന്ന് ബസ് എടുത്തു പോവുകയും എവിടെയോ തട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിനിടയാക്കിയതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബസ് ഉടമസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇന്നിപ്പോൾ കോഴിക്കോട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല എന്നുള്ള ആരോപണങ്ങൾ കൂടി നിലനിൽക്കുമ്പോഴാണ് പുതിയൊരു പരാതി കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവണം എന്നുള്ള ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ബസ് ഉടമ യുവാവിന് നേരെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി അഭിലാഷ്, ഇനിയെങ്കിലും ശക്തമായ നടപടി ഉണ്ടാവണം. കാരണം ഇത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വെച്ചാണ്, ബസ് സ്റ്റാൻഡിലും തെരുവുകളിലും നടുറോഡിലും സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ലഹരിയുടെ പിടിയിൽ അമരുന്ന ചില വ്യക്തികൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ. അത് പൊതുജന സമാധാനത്തെ തന്നെ ബാധിക്കുന്നതാണ്. പോലീസ് ശക്തമായി തന്നെ ഇടപെടുകയും നടപടി സ്വീകരിക്കുകയും ഒക്കെ വേണം.